ഹായ് എവരി വൺ വെൽക്കം ടു ഡൗവി ഡിലേറ്റ്. ഇന്നത്തെ നമ്മളുടെ ഒരു മെയിൻ കേക്കും അതുപോലെ തന്നെ 2 റെക്ടാങ്കിൾ കേക്കും ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കാണുന്നത്. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഈ മെയിൻ കേക്ക് എന്ന് പറയുന്നത് ഒരു 1 kg കേക്കാണ് കേട്ടോ. എല്ലാ കേക്സിൻ്റെയും കളർ കോമ്പിനേഷൻ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ പ്ലസ് വൈറ്റ് ആണ് കോമ്പിനേഷൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. മെയിൻ കേക്കിൽ നമ്മൾ ആ ഒരു ഡബിൾ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം 2 റെക്ടാങ്കിൾ കേക്ക് ആയിരുന്നു കേട്ടോ. ഇത് 1.5 kg ഈച്ച് ആണ്. അപ്പോൾ ആ 2 കേക്കിന് നമ്മൾ പിസ്ത ഗ്രീൻ ഉണ്ടോ, ലൈറ്റ് ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ കേക്കും നമ്മൾ ഇങ്ങനെ 2 റെക്ടാങ്കിൾ കേക്കും അതുപോലെ തന്നെ ഈ മെയിൻ കേക്ക് ഒരുമിച്ചാണ് കേട്ടോ ചെയ്ത് മാറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ ഫ്ലേവേഴ്സ് ആണ്. വൈറ്റ് ആൽമണ്ട് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. കുറച്ച് നാളായി ഇത് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്ക് ഇത്രയും ലേറ്റ് ആയിട്ടാ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ആ ഒരു ടേബിൾ സെറ്റിങ്സിന്റെ കേക്ക്. അപ്പോൾ എന്താണ്ട് നമ്മൾ 2 റെക്ടാങ്കിൾ കേക്കും ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ എടുത്തിട്ട് ബോർഡറൊക്കെ ഒന്ന് കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും കേക്കിൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഭംഗി. ബോർഡർ ഇത്തിരി കൂടെ ഡാർക്ക് ആക്കി നമ്മൾ ആ കേക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ കളർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ എല്ലാ കേക്സിലും എവിടെയെങ്കിലുമൊക്കെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കൊടുക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തൊരു നേവി ബ്ലൂ ആണ് നമ്മൾ ചേർത്തേക്കുന്നത്. നമുക്ക് ഒരുപാട് ഡാർക്ക് ആക്കാൻ പറ്റത്തില്ല കേട്ടോ, അതൊക്കെ അയക്കും. അതുകൊണ്ട് ഞാനൊരു ആവറേജ് ആ ഒരു കളർ കിട്ടുന്ന രീതിയിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് നേവി ബ്ലൂ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചേട്ടാ. അപ്പോൾ കേക്കിൽ വെച്ചിട്ട് തന്നെ ഫ്ലവർ വരയ്ക്കാൻ നോക്കിയതാണ്. അപ്പം അത് അത്ര അങ്ങോട്ട് ഓക്കെ എല്ലാം തോന്നി. പിന്നെ നമ്മൾ റോസറ്റൊക്കെ വരയ്ക്കുന്ന ആ ഒരു നീഡിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറയാത്തതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എല്ലാ ഫ്ലവേഴ്സും 2 കേക്കിലും ഒരേപോലെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താണ് നമ്മൾ മെയിൻ കേക്ക് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് എൻ്റെ ടോപ്പിൽ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ആ കസ്റ്റമർ തന്നിരുന്ന കുറച്ച് ബോൾസും അതേപോലെ ടെഡി വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അത് നേവി ബ്ലൂ ബോൾസും അതുപോലെ ഗ്രീന് കുറച്ച് ഗോൾഡും ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പം ടെഡി എല്ലാം എഡിബിൾ ആണ് കേട്ടോ, നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണ്. അപ്പോൾ അതുണ്ടാക്കേണ്ട ഒരു താമസമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതിന് കൂടെ നമ്മൾ 2 റെക്ടാങ്കിൾ കേക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു കേക്ക് മാത്രം റൈറ്റിങ്സ് ഉള്ളായിരുന്നു കേട്ടോ, ബാക്കി 2 കേക്കിലെ റൈറ്റിങ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. ഈ കേക്കിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 4 kg ആണ് കേട്ടോ. 1.5 kg റെക്ടാങ്കിൾ ഈച്ച് ആണ്, പിന്നെ 1 kg മെയിൻ കേക്ക്. അങ്ങനെ ടോട്ടൽ 4 kgയുടെ സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ.